കോഴിക്കോട് നാദാപുരത്ത് ബൈക്കിന് തീപിടിച്ചു. നാദാപുരം ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്താണ് അപകടമുണ്ടായിരിക്കുന്നത്. ബൈക്ക് കത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. രാഹുൽ കെ വി വിവരങ്ങളുമായിട്ടുണ്ട്. രാഹുൽ, എന്താണ് സംഭവിച്ചത്? ആർക്കെങ്കിലും പരിക്കേൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പക്ഷേ ആർക്കും പരിക്കില്ല. പക്ഷെ ബൈക്ക് ഭാഗികമായി തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. വിശേഷകര ബൈക്കിന്റെ ഉടമയും സമീപത്തെ കടയിലെ ആളുകളൊക്കെ ചേർന്ന് തീ അണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നാദാപുരം താലൂക്ക് ആശുപത്രിക്ക് സമീപം ഒരു ഇലക്ട്രോണിക് ഷോപ്പ് ഉണ്ട്. ആ കടയിലെ ജീവനക്കാരനാണ്. ഡ്യൂട്ടിക്ക് വന്ന സമയത്ത് ബൈക്ക് നിർത്തിയിടുകയും പിന്നീട് ഡ്യൂട്ടി കഴിഞ്ഞ് കട പൂട്ടി തിരികെ പോകുന്ന സമയത്ത് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തീ ഇങ്ങനെ പിടിക്കുകയാണ് ഉണ്ടായത്. അതായത് കിക്കറടിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് തീ പിടിക്കുകയും പെട്ടെന്ന് തന്നെ അത് പടരുകയും ചെയ്തത്. പിന്നീട് അയൽപക്കത്തുള്ള ഈ സമീപത്തുള്ള ആളുകളൊക്കെ ചേർന്ന് ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ടുവന്നാണ് തീ കെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് വാഹനമുള്ളത്. കാരണം എന്താണെന്ന് നിലവിൽ മനസ്സിലായിട്ടില്ല. തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭാഗികമായി ബൈക്ക് കത്തി നശിച്ച അവസ്ഥയാണ്. രാഹുൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വാഹനങ്ങൾ, ഓടുന്ന വാഹനങ്ങളും നിർത്തിയിട്ട വാഹനങ്ങളൊക്കെ കത്തുന്നു എന്ന് പറയുന്നത് വലിയ പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ്. ഇതേത് ബൈക്കാണ്? പഴക്കം ചെന്നിട്ടുള്ള ബൈക്കാണോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? പക്ഷെ ഇത് പൾസർ ബൈക്കാണ്. ഒരല്പം കാലപ്പഴക്കമുള്ള ബൈക്കാണെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ എന്തായാലും അത് നിർത്തിയിട്ടതാണ്. അതായത് ആ സമീപത്തെ ഇലക്ട്രോണിക് ഷോപ്പിലുള്ള ആളാണ്. അവിടെ ജോലിക്ക് വന്ന സമയത്ത് നിർത്തിയിട്ടതാണ്. പിന്നീട് ഈ ജോലി കഴിഞ്ഞ് കടമുട്ടി പോകുന്ന സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്താണ് തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കൃത്യമായി കാരണം എന്താണെന്ന് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളോട് സംസാരിച്ച സമയത്തും അത് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. പിന്നെ അതിന് കൃത്യസമയത്ത് അടുത്തുള്ളവരൊക്കെ വന്ന് ബക്കറ്റിൽ വെള്ളവുമായൊക്കെ വന്ന് അത് തന്നെ സ്വാഭാവികമായിട്ട് തീ പൂർണ്ണമായിട്ടും അണയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ബൈക്ക് നിർത്തിയിട്ട ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് തീപിടുത്തമുണ്ടായത്.